അഹമ്മദാബാദ് വിമാന ദുരന്തം നമ്മൾ ഒരുപാട് നാളത് ചർച്ച ചെയ്തതാണ്. അതിന്റെ പ്രാഥമിക വിവരം, അപകടത്തിന്റെ കാരണം എന്താണെന്നുള്ള ഒരു പ്രാഥമിക വിവരം മാത്രമാണ് പുറത്തു വന്നത്. യഥാർത്ഥ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. ഇതിന് പിന്നിൽ ഒരു പ്രേതബാധ എന്നാണ് കേൾക്കുന്നത്. സത്യമാണോ? ചിലരുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രേതബാധ ഇപ്പോൾ കടന്നുകൂടിയിട്ടുണ്ട്. വിമാനം തകർന്നതിൻ്റെ കാരണം പ്രേതബാധയാണോ വേറെ ഏതെങ്കിലും ബാധയാണോ എന്ന് ഇനിയും അന്വേഷണ റിപ്പോർട്ട് വരാനുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ ഈ പ്രേതബാധ കടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ്. നമ്മുടെ ഈ ഇന്ത്യയിൽ പൊതുവെ ഈ അന്ധവിശ്വാസങ്ങൾ ഒരുപാട്, വിശ്വാസത്തെക്കാൾ ഉപരി അന്ധവിശ്വാസമുള്ള നാടാണ് ഇന്ത്യ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ. ഈ അപകടം നടക്കുന്നത് അഹമ്മദാബാദിലാണ്, ഗുജറാത്തിലാണ്. അപ്പോൾ അവിടെ ഈ BJMC, കൃത്യമായി പറഞ്ഞാൽ ബൈരാംജി ജീജാബോയ് മെഡിക്കൽ കോളേജ്, അതിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വീണത്. ആ വിമാനം തകർന്ന് ആ അപകടത്തിൽ ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട 8 പേരാണ് മരിച്ചത്. 6 മെഡിക്കൽ വിദ്യാർത്ഥികളും 2 ഡോക്ടർമാരും. മൊത്തം 19 പേർക്ക് അവിടെ ഈ താഴെയുള്ള ആ കെട്ടിടത്തിലുമായി ബന്ധപ്പെട്ട് 19 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഏതാണ്ട് 60-65ഓളം പേർ, 67 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ അപകടത്തിൻ്റെ ആഘാതം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം ഈ BJMC എന്ന് പറയുന്ന ആ മെഡിക്കൽ കോളേജിൽ മാത്രം 61 MBBS BDS സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അവിടെ പഠിക്കാൻ ചെല്ലാൻ വിദ്യാർത്ഥികൾ മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിൻ്റെ കാരണമായി പറയുന്നത് അവിടുത്തെ അവിടെ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ മാതാപിതാക്കൾക്കും അവിടെ ഈ ഭയം വല്ലാണ്ട് പിടികൂടിയേക്കുന്നു. ചിലപ്പോൾ അവർ ഈ പറയുന്ന പോലെ പ്രേതബാധയോ അല്ലെങ്കിൽ പിശാചുബാധയോ അല്ലെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ ഈ ശകുനം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതൊരു ശകുനം മുടക്കിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടായ സ്ഥലമല്ലേ. നമ്മുടെ ചില മലയാളികൾ ഈ ഒരു അപകടം ഉണ്ടായ ഒരു വാഹനം അപ്പം തന്നെ അങ്ങ് വിറ്റുകളയും. അപ്പോൾ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് ഒരു മനഃചാഞ്ചല്യം. അപ്പോൾ അങ്ങനെ ഉള്ള സാധ്യത കൊണ്ട് ഈ BJMCയിൽ മാത്രം 61 മെഡിക്കൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. പക്ഷേ ഇത് ഒരു ഒറ്റപ്പെട്ട സംഗതിയല്ല. ഈ ഗുജറാത്തിൽ മൊത്തത്തിൽ 1169 മെഡിക്കൽ സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അത് MBBS ഉണ്ട്, BDS ഉണ്ട്. എല്ലാത്തിന്റെ പിന്നിൽ ഈ പ്രേതബാധയാണോ? അങ്ങനെയല്ല. ഈ പറയുന്ന BJMCയിൽ മാത്രമാണ് ഈ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു മനോഭാവം ഉള്ളത്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഈ ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് സാധ്യതയുണ്ടല്ലോ, അപ്പോൾ അതിലോട്ട് ആളുകൾ പോകുന്നത് കൊണ്ടും ഒഴിഞ്ഞു കിടപ്പുണ്ട്. മൊത്തത്തിൽ 1169 മെഡിക്കൽ സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഈ വിവരം പുറത്തു വരുന്നത് പിന്നെ നമ്മൾ എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ചിരുത്തി കൗൺസിലിംഗ് പോലുള്ള പരിപാടികളുണ്ട്. അപ്പോൾ ആദ്യ റൗണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും മെഡിക്കൽ സീറ്റുകളുടെ ഒഴിവുള്ളത്. MBBSന് മാത്രം ഉള്ളത് 588 ഒഴിവുകളാണ്, BDSന് 581. അതിൽ ഈ MBBSൽ 437 ഗവൺമെൻറ് സീറ്റുകളാണ്. അതായത് നമ്മൾ എൻട്രൻസ് എഴുതി അർഹമായ മാർക്കുണ്ടെങ്കിൽ നമുക്ക് പ്രവേശന ഫീസിലൊക്കെ വലിയ ആനുകൂല്യം കിട്ടും മെഡിക്കൽ സീറ്റിൽ. അപ്പോൾ അതിൽ മാത്രം 437 ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇനി മാനേജ്മെൻറ്റ് കോട്ടയിൽ 120 NRI കോട്ടയിൽ 31 സീറ്റുമാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഇനി BDSൻ്റെ കാര്യം നോക്കുമ്പോൾ മൊത്തത്തിൽ 581 BDS സീറ്റുകൾ ഒഴിവുള്ളതിൽ 521 ഗവൺമെൻറ് സീറ്റുകളാണ്, 51 മാനേജ്മെൻറ്റും 1 NRI. അങ്ങനെ ഇത്രയും സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലുള്ളവർ. പലരും എൻട്രൻസ് എഴുതിയിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ പണം ഒരു തടസ്സമായതുകൊണ്ട് ആഗ്രഹിച്ച ഒരു കോഴ്സ് എടുക്കാൻ പറ്റാത്ത നിരവധി പേരുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് ഗുജറാത്തിൽ അതിന് നേരെ വിപരീതമായ കുട്ടികളെ വരൂ എന്ന് പറഞ്ഞ് അവർ മാടി വിളിക്കുന്ന അവസ്ഥയിലുള്ളത്. ഈ അഹമ്മദാബാദ് വിമാനാപകടം അത് ഇപ്പോഴും അതിൻ്റെ ദുരൂഹത മാറിയിട്ടില്ല. കഴിഞ്ഞ ജൂൺ 12 ഈ അപകടം നടന്നത്. ഏതാണ്ട് 260 മരണമാണ് മൊത്തം റിപ്പോർട്ട് ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റവർ വീണ്ടും മരിച്ചോ ഇല്ലയോ എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ഏതായാലും 260 മരണമാണ് ഇതേവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഈ 19 പേർ ഈ വിമാനമായിട്ട് ബന്ധമില്ലാത്തവരാണ്, പുറത്തു നിന്നവർ. അതിലാണ് ഈ പറഞ്ഞ 6 മെഡിക്കൽ വിദ്യാർത്ഥികളും 2 ഡോക്ടർമാരും ഉള്ളത്. മൊത്തം 242 പേരായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്ന. ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്, വിശ്വാസ് കുമാർ. അയാളുടെ രക്ഷപ്പെടലും വലിയ വിവാദമായിരുന്നു. ഏതായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്.
അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അന്ന് തൊട്ട് തുടങ്ങുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ആ പൈലറ്റുമാർ പരസ്പരം സംസാരിച്ചതും ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഒരാൾ ഓഫ് ചെയ്തു, മറ്റൊരാൾ അത് കണ്ടുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അയാളത് എതിർത്തില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ അതിനെ സംബന്ധിച്ച് ചോദ്യവും പറച്ചിലുമായി, അന്ന് അതിൻ്റെ ആ തർക്കത്തിനിടയിൽ വിമാനം തകർന്നു വീണു എന്നൊക്കെയാണ് വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോഴും എന്താണ് ആ വിമാനത്തിനുള്ളിൽ അന്ന് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ള സംബന്ധിച്ച് ഇപ്പോഴും അതിൻ്റെ പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പല പല ഏജൻസികൾ ഇപ്പോഴും അത് സംബന്ധിച്ചുള്ള അതായത് പ്രാഥമിക റിപ്പോർട്ട് വന്നത് തന്നെ ഒരുപാട് വൈകിയാണ്. അപ്പോൾ പൂർണ്ണ റിപ്പോർട്ട് വരാൻ ഇനിയും താമസം ഉണ്ടാവും. നിലവിൽ ആദ്യ വാർത്തകൾ പ്രകാരം 2 പൈലറ്റുമാർ വരുത്തിയ ഗുരുതരമായ പിഴവ് എന്ന തരത്തിലാണ് വാർത്തകൾ വന്നതെങ്കിലും പിന്നീട് ആ പൈലറ്റുമാർ അങ്ങനെ ബോധപൂർവം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് സംബന്ധിച്ചുള്ള വോയിസ് ഡാറ്റ റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി ഏതെങ്കിലും സാങ്കേതിക പിഴവാണോ ആ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള തരത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിമാനത്തിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള യന്ത്രഭാഗങ്ങളും അതേപോലെ സോഫ്റ്റ്വെയർ അടക്കമുള്ളവ വളരെ ആഴത്തിൽ പഠിച്ച് വിലയിരുത്തി അതിനുശേഷം മാത്രമേ ഇനി അന്തിമ റിപ്പോർട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാലതാമസം ഇപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിൽ ചില ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില വാർത്തകളും കൂടി പുറത്തു വരുന്നത്. നേരത്തെയും ചില വാർത്തകൾ വന്നിരുന്നു ഇതേപോലെ ഈ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ, പ്രത്യേകിച്ചും വിദേശത്തുള്ളവരുടെ മൃതദേഹങ്ങൾ കൊടുത്തുവിട്ടതിൽ DNA പരിശോധനാ ഫലം ഉണ്ടായിട്ട് പോലും പലതും പല ശരീര ഭാഗങ്ങളാണ് കിട്ടിയെന്ന തരത്തിലുള്ള വിവാദങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഗൗരവതരമായ മറ്റൊരു സംഗതിയും വരികയാണ്. ഈ അപകടം ഉണ്ടായ അല്ലെങ്കിൽ ആ വിമാനം തകർന്നു വീണ ആ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടം അതൊരു പ്രേതാലയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ ഭൂതബാധ, പ്രേതബാധ അല്ലെങ്കിൽ ഒരു ലക്ഷണക്കേട് ഒക്കെ സംശയിച്ച് അവിടെ വിദ്യാർത്ഥികൾ പോലും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രക്ഷിതാക്കൾ പോലും ആ മെഡിക്കൽ കോളേജ് ഇപ്പോൾ പഠന ആവശ്യത്തിന് പോലും അവിടെ ചേരേണ്ട എന്ന തരത്തിൽ നിലപാടെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന ആ സ്ഥലത്തേക്ക് പോകാൻ കുട്ടികൾക്ക് ഭയമാണ്. അപ്പോൾ ആ കോളേജിന്റെ തന്നെ ഒരു എന്താ പറയുക, ഒരു വലിയ രീതിയിലുള്ള പഠനത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? ആ കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായും ഈ കെട്ടിടം ഈ മെസ്സ് തകർന്ന അതല്ലേ? കോളേജ് ഹോസ്റ്റലും അതോടൊപ്പം തന്നെ മെസ്സും. നമ്മുടെ നടൻ ബാലയുടെ ആദ്യ മുൻ ഭാര്യ എലിസബത്ത് ഒക്കെ അവിടെ നിന്ന് അവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടവരൊക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ, പിന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, പിന്നെ ഈ ആശുപത്രി ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള ആളുകളും വന്നും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എത്രയാണ് മരണസംഖ്യ, ഇതൊക്കെ ചില അവ്യക്തതകളും ചില ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ മരണസംഖ്യ 284 എന്നൊക്കെ വരെ റിപ്പോർട്ടുകൾ വന്നിരുന്നു, വാർത്തകൾ വന്നിരുന്നു. പക്ഷെ പിന്നീട് യഥാർത്ഥ കണക്ക് വന്നപ്പോൾ 260 മരണസംഖ്യ എന്ന് വന്നു. അതിൽ 19 പേരാണ് ഈ വിമാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ആ കെട്ടിടവുമായി ബന്ധമുള്ള ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 19 പേരാണുള്ളത്. ഏതാണ്ട് 67ഓളം പേർക്ക് ഗുരുതരമായ പരിക്കുവേറ്റു. അപ്പോൾ ഇത്തരം വലിയൊരു അപകടത്തിൻ്റെ ആ ഒരു ഭീകരത ഏറ്റുവാങ്ങിയ ഒരു കെട്ടിടം എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ ആശുപത്രി എന്ന നിലയിൽ മനുഷ്യ സഹജമായ ചില ഭയം അല്ലെങ്കിൽ ചില വിശ്വാസത്തിൻ്റെ പ്രശ്നം, ഇതൊക്കെയാണ് കുട്ടികളെ ആ ഒരു കെട്ടിടത്തിൽ നിന്ന് ഇപ്പോൾ അകറ്റി നിർത്തുന്നത്.